ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോണത് ഞാൻ എന്തുകൊണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പ്രൊഡക്റ്റുകൾ വിൽക്കില്ല എന്നുള്ളതിൻ്റെ കാരണങ്ങളാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വിൽക്കാനാണ് കൊമേഴ്സിലേക്ക് ഓൺലൈനിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കാൻ നേരത്തെ അധികം ആളുകളും ചെയ്യണത് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പ്രൊഡക്റ്റുകൾ വിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മീഷോ മറ്റ് പ്ലാറ്റ്ഫോമുകളെല്ലാം ഉണ്ട്, അതിൽ വിൽക്കുക എന്നുള്ളതാണ്. ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ചെയ്യാൻ നേരത്ത് ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അതിൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധിക സമയത്തും ഒരു കസ്റ്റമറുടെ ഡാറ്റ നമുക്ക് കിട്ടൂല. നമ്മൾ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു, ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു, ഒരു ഓർഡർ വരാൻ നേരത്ത് കസ്റ്റമറുടെ നമ്പർ, അവരുടെ വാട്സപ്പ് നമ്പർ അധിക സമയം നമുക്ക് കിട്ടണില്ല. പിന്നീട് ഒരു അടുത്ത തവണ നമുക്ക് ഈ കസ്റ്റമറെ റീടാർഗറ്റ് ചെയ്യണമെങ്കിൽ, ഈ കസ്റ്റമറെ വീണ്ടും റീച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിലൂടെ മാത്രമാണ് പറ്റുള്ളൂ. കസ്റ്റമറുടെ നമ്പറൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ പേഴ്സണൽ ഡാറ്റ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇനി ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് പറ്റുള്ളൂ. അത് പലപ്പോഴും നമുക്ക് ഈ പ്ലാറ്റ്ഫോമുകളിൽ, ഓൺലൈൻ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എല്ലാം ഏറെക്കുറെ സെയിം രീതിയിലാണ് വർക്ക് ചെയ്യണത്. ഇത് കസ്റ്റമർ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് നമ്മൾ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലെല്ലാം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം അതങ്ങ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്ലോക്ക് ആവുകയോ സസ്പെൻഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് അതോടുകൂടി ഡൺ ആവുകയാണ്. ഓൺലൈനിലെ ബിസിനസ് അതോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും ബിസിനസ് ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്കും കൂടി നിങ്ങൾ ഇറങ്ങണം. നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള, പുറത്തുള്ളവർക്ക് ടിക്ടോക്കും യൂസ് ചെയ്യാം. ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടുത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവരുടെ കസ്റ്റമർ ഡാറ്റ കിട്ടും, കസ്റ്റമറുടെ വാട്സപ്പ് നമ്പർ കിട്ടും. നമുക്ക് ആ കസ്റ്റമേഴ്സിനെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനും അവരുമായിട്ട് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. ഇതൊന്നും കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ കിട്ടൂല, കാരണം അവർ ആ ഡാറ്റ തരൂല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു. ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പരസ്യം കൊടുക്കണം. PPC ആഡ് ക്യാമ്പയിനൊക്കെ കൊടുത്ത് ഈ ആഡൊക്കെ സെറ്റ് ചെയ്തിട്ട് പരസ്യം കൊടുത്താൽ പോലും നമ്മളവിടെ പണം സ്പെൻഡ് ചെയ്യാണ്. കസ്റ്റമറെ കിട്ടാൻ വേണ്ടി നമ്മൾ പണം സ്പെൻഡ് ചെയ്യാണ്. എന്നാൽ പോലും നമുക്ക് കസ്റ്റമറുടെ ഡാറ്റ കിട്ടൂല. ഏത് കസ്റ്റമറാണ് കണ്ടതെന്നുള്ളതോ, അല്ലെങ്കിൽ അവരെ നമുക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാനോ, എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള യാതൊരുവിധ ഇതും നമുക്ക് അവിടെ നിന്ന് കിട്ടൂല, നമ്മൾ പണം സ്പെൻഡ് ചെയ്താൽ പോലും. അപ്പം ജസ്റ്റ് ആമസോൺ ത്രൂ മാത്രമാണ് നമ്മളെ കസ്റ്റമറിലേക്ക് എത്തുമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കസ്റ്റമർ നമ്മുടെ കസ്റ്റമർ ആണെന്നല്ല. ആ കസ്റ്റമർ എല്ലാം ഇവരുടെ കസ്റ്റമേഴ്സാണ്. നമ്മുടെ കസ്റ്റമർ ആവണത് നമ്മളിലൂടെ ആ സെയിൽ നടക്കാൻ നേരത്താണ്. നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് ആ കസ്റ്റമർ നമ്മളിൽ നിന്ന് വാങ്ങാൻ നേരത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കസ്റ്റമർ ആവണം. വേറൊരു തേർഡ് പാർട്ടിയിലൂടെയാണ് അത് കസ്റ്റമറിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ കസ്റ്റമറാണ്. അവരെന്ന് അതിന് സ്റ്റോപ്പ് വെക്കുന്നോ അന്നത്തോടുകൂടി നമ്മളുടെ കസ്റ്റമർ നമുക്ക് നഷ്ടമാവും, ആ കസ്റ്റമറെ നമുക്ക് നഷ്ടമാവണം. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കാൻ നേരത്ത്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറെക്കുറെ എല്ലാ പ്രൊഡക്റ്റ് കാറ്റഗറിയിലും ഇപ്പോൾ ഓൾറെഡി സാച്ചുറേഷൻ വന്നു കഴിഞ്ഞു. ഒരുപാട് ആളുകൾ വിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാനുഫാക്ചേഴ്സ് തന്നെ നേരിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വിൽക്കുകയാണ്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു ടീഷർട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ്, തിരുപ്പൂരൊക്കെ ഉള്ള മാനുഫാക്ചേഴ്സ് ഡയറക്റ്റ് തന്നെ ഇതിൽ സെല്ല് ചെയ്യാണ്. അപ്പം നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് എടുത്ത് സെല്ല് ചെയ്യാൻ നേരത്ത് ഒരിക്കലും അവർ കൊടുക്കണ വിലയേക്കാളും താഴെ വിലയ്ക്ക് നിങ്ങൾക്ക് ഒരിക്കലും വിൽക്കാൻ പറ്റില്ല. എപ്പോഴും നിങ്ങളുടെ വില കുറച്ച് മേളിലായിരിക്കും, അവർ വിൽക്കുന്ന വിലയേക്കാളും കുറച്ച് മേളിലായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ കസ്റ്റമർ വന്ന് നോക്കാൻ നേരത്ത് നല്ല റിവ്യൂവും വിലക്കുറവുള്ളതാണ് കസ്റ്റമർ പിക്ക് ചെയ്യുള്ളൂ. നമ്മൾ നമ്മുടെ പേഴ്സണൽ കാര്യം തന്നെ എടുത്താൽ മതി. നമ്മൾ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ നേരത്ത് നല്ല റിവ്യൂസും വിലക്കുറവും നോക്കിയാണ് നമ്മൾ എടുക്കുന്നത്. ഇതേ സൈക്കോളജി തന്നെയാണ് നമ്മളുടെ കസ്റ്റമറും അങ്ങനെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടീഷർട്ട് ലിസ്റ്റ് ചെയ്യാനിടയാണ്, തിരുപ്പൂരിൽ നിന്ന് മാനുഫാക്ചറർ ഡയറക്റ്റ് ലിസ്റ്റ് ചെയ്യാണ്. അവർക്ക് വേറെ ഇടനിലക്കാരോ ഒന്നുമില്ല, അവർ ഉൽപ്പാദകരാണ്. അവർ നേരെ ആ ടീഷർട്ട് അങ്ങ് ലിസ്റ്റ് ചെയ്യാൻ നേരത്തെ അവർക്ക് ഏറ്റവും കുറഞ്ഞ വിലക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ അവരെ പോലുള്ള ആളുകളിൽ നിന്ന് എടുത്ത് വിൽക്കാൻ നേരത്ത് ഒരിക്കലും അവരുടെ പ്രൈസിനോട് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ അധിക സമയവും നഷ്ടം സംഭവിക്കും. അങ്ങനെ ചെയ്താൽ നഷ്ടം സംഭവിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഓർഡറുകളുടെ എണ്ണം ഗണ്യമായിട്ട് തന്നെ കുറയും. ഇത് വലിയൊരു പ്രോബ്ലമാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കാൻ നേരത്ത്. എന്നാൽ അതേസമയം നിങ്ങൾക്ക് വീഡിയോ കണ്ടന്റുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ചെയ്യാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയയിൽ ധാരാളം അവസരങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിലും മത്സരങ്ങളുണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റ് ഒരാളായിട്ട് കോമ്പീറ്റ് ചെയ്യണില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്യാൻ നേരത്ത് ആ വീഡിയോ കണ്ട്, ഇപ്പോൾ റീൽ വീഡിയോസൊക്കെ ആണെങ്കിൽ ആ വീഡിയോ കണ്ട് തൊട്ട് താഴെ തന്നെ നമ്മളുടെ കോമ്പറ്റീറ്ററുടെ വീഡിയോ അല്ല വരുന്നത്, മറ്റേതെങ്കിലും വീഡിയോസൊക്കെ ആയിരിക്കും വരുന്നത്.
അപ്പോൾ ഡയറക്റ്റ് ഒരു കോമ്പറ്റീഷൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സാച്ചുറേഷൻ വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയും വഴുകാതെയൊക്കെ സാച്ചുറേഷനിൽ എത്തിയേക്കാം. പക്ഷെ നിലവിൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും വിൽക്കാനാണ്. ഈ ആമസോണിൻ്റെ ഒരു ഗുണം, ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ദോഷമാണെന്ന് ഞാൻ പറയണില്ല, ചില പോസിറ്റീവ് സൈഡ് അവർക്കുണ്ട്. ഓൾറെഡി പ്രൊഡക്റ്റുകൾ വാങ്ങാനായിട്ട് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ അകത്തുണ്ട്. അതൊരു സത്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എന്ന് പറയാൻ നേരത്തെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടന്റും കാര്യങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്യണം. ആമസോണിൽ അതിൻ്റെ ആവശ്യമില്ല. വൺസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിംഗ് അവിടെ കിടക്കും. ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് അവിടെ ഓൾറെഡി ഉണ്ട്. പക്ഷേ നമുക്ക് ലാഭം കിട്ടണം. ആമസോണിൻ്റെ കമ്മീഷൻ, ഫ്ലിപ്കാർട്ടിൻ്റെ കമ്മീഷൻ, ഷിപ്പിംഗ് ചാർജ്, മറ്റ് പാക്കേജിങ് ഫീസ്, ഫിക്സഡ് ക്ലോസിംഗ് ഫീസ്, അങ്ങനെ പല ഫീസുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ലാഭം കിട്ടിയിട്ടാണ് കാര്യമുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓർഡറുകൾ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് വല്ല 10, 20 രൂപ 30 രൂപയൊക്കെ ഒരു ഓർഡർ പോകുമ്പോൾ ലാഭം കിട്ടിയോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു 100 രൂപയെങ്കിലും ലാഭം ഇല്ലെങ്കിൽ ഞാൻ പറയുക ആ പ്രൊഡക്റ്റ് വിൽക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ എടുക്കുന്ന പണി, ഒരുപാട് വർക്ക് നിങ്ങളവിടെ ചെയ്യണുണ്ട്. നിങ്ങളവിടെ ഒരു പ്രത്യേക പണി എടുക്കുന്നുണ്ട്. പാക്കേജിങ്, അതേപോലെ ഡീലിങ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം എല്ലാ കമ്മീഷൻസും എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് 20 രൂപ 30 രൂപയ്ക്ക് ലാഭമുള്ളെങ്കിൽ ആ പ്രൊഡക്റ്റ് വിൽക്കലങ്ങ് നിർത്താമെന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം വെച്ചാൽ വെറുതെ ടൈം വേസ്റ്റ് ആണ് അത്. നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ബില്ല് കൂടാൻ നേരത്ത് അതിനനുസരിച്ച് GST റിട്ടേൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള എമൗണ്ട് വരും. ഒരുപാട് ബില്ലുകൾ വന്നാലും പ്രശ്നമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ലാഭം എടുക്കാനുള്ള സാധ്യതയും ഈ പ്ലാറ്റ്ഫോമുകളിൽ കുറവാണ്. കാരണം ഓൾറെഡി ചീപ്പ് പ്രൊഡക്റ്റുകൾ ധാരാളം കിടക്കുകയാണ്. ചീപ്പായിട്ടുള്ള ആൾട്ടർനേറ്റീവുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിലേക്ക് ഇറങ്ങാൻ നേരത്ത്. അതിനർത്ഥം ഇപ്പോൾ പലപ്പോഴും സംശയം വന്നേക്കാം, അതായത് ഇനി ആമസോണിൽ വിൽക്കരുത്, ആരും ഇറങ്ങിയിട്ട് കാര്യമില്ല എന്നല്ല ഞാൻ പറയണത്. നിങ്ങൾക്ക് യുണീക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടി. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒന്നും അധികം ഇല്ല. ഒരു യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് മേക്ക് ചെയ്യണം. സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ മേക്ക് ചെയ്യുകയാണെങ്കിൽ നിലവിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ലാഭം എടുക്കാൻ പറ്റുമെങ്കിൽ നല്ല ലാഭം എടുക്കാം. എല്ലാ ഇതും കഴിഞ്ഞിട്ട്, എല്ലാ കോസ്റ്റും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 200 രൂപയ്ക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ലാഭം എടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം, നോ പ്രോബ്ലം, ആമസോണിൽ വിൽക്കാം. പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ ഇങ്ങനെ വിൽക്കാൻ നേരത്ത്, നല്ല രീതിയിൽ ഓർഡറുകൾ കിട്ടാൻ നേരത്ത് ഈ ബോംബെ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലെല്ലാം, ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് നോക്കിയിരിക്കുന്ന പല ആളുകളുമുണ്ട്. ആർക്കാണ് നല്ല ഓർഡർ കിട്ടുന്നത്? ഇവർക്ക് ഈ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് കിട്ടും. പല സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ചും, അല്ലെങ്കിൽ ആമസോണിൻ്റെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഇൻസൈഡർ ആയിട്ടുള്ള എന്തെങ്കിലും ഡാറ്റ ഉപയോഗിച്ചിട്ടൊക്കെ അവർക്ക് ഈ ഡാറ്റ കിട്ടും. ഇനി ഒന്നും വേണ്ട, അവർ ജസ്റ്റ് കയറി നോക്കുമ്പോൾ തന്നെ അവർക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സെയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ സെയിം പ്രൊഡക്റ്റ് കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങളുടെ പുതിയൊരു കോമ്പറ്റീഷൻ അവിടെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നാൾ കിട്ടിയൊരു ലാഭം അവിടെ കിട്ടാതെ ആയിട്ട് വരും. അപ്പോൾ യുണീക്ക് പ്രൊഡക്റ്റ് ഉണ്ട്, യുണീക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. പക്ഷേ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ സെല്ല് ചെയ്യരുത്. എപ്പോഴും സോഷ്യൽ മീഡിയയിലേക്കും ഒരു വിഹിതം നിങ്ങൾ മാറ്റി വെക്കണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസ് എന്താണോ അത് നിങ്ങളൊരു സോഷ്യൽ മീഡിയയിലൂടെയും കൂടി സെല്ല് ചെയ്യണം. അല്ലെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇത് സ്റ്റോപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങളും അതോടുകൂടി സ്റ്റക്ക് ആവും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ്, നമുക്ക് എല്ലാ ഡോക്യുമെൻസും വേണം ഇതിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട്. GST നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിലൊരു ലിസ്റ്റിംഗ് ഉണ്ടാക്കി, നിങ്ങളൊരു ബ്രാൻഡ് നെയിം ഇതെല്ലാം കൊടുത്തൊരു ലിസ്റ്റിംഗ് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിംഗ് വേറെ ഒരാൾ അടിച്ചുകൊണ്ട് പോകും. അതായത് നിങ്ങളുടെ താഴെ തന്നെ വന്ന് അവർക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ബ്രാൻഡ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ കാര്യം ആ നെയിമൊക്കെ നിങ്ങളായിരിക്കും മേക്ക് ചെയ്തത്, നിങ്ങളായിരിക്കും ആ നെയിം കണ്ടെത്തിയത്. അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ താഴെ വേറെ ഒരാൾ വന്ന് ലിസ്റ്റ് ചെയ്യും. ഇങ്ങനെ ലിസ്റ്റ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ലിസ്റ്റിങ്ങും അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോഗ്രാഫിയും ഡിസ്ക്രിപ്ഷനും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ റിവ്യൂസും എല്ലാം അയാൾ അടിച്ചുകൊണ്ട് പോകും. എങ്ങനെ അടിച്ചുകൊണ്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ താഴെ വന്ന് അവർക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ അവർ വില കുറച്ചിടാൻ നേരത്ത് ആമസോൺ ബൈ ബട്ടൺ എന്ന് പറയും. ആ ബൈ ബട്ടൺ എടുത്ത് ആ വില കുറച്ച് ആരാണോ വെക്കണത് അവർക്ക് അങ്ങ് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിൽ വരില്ല. നമ്മളാണ് ഈ ലിസ്റ്റിംഗ് എല്ലാം ഉണ്ടാക്കിയത്, പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ എടുത്തത് നമ്മളാണ്, ഡിസ്ക്രിപ്ഷനും ബുള്ളറ്റ് പോയിന്റ്സും റിവ്യൂസും എല്ലാം നമ്മൾ കാരണമാണ് അതെല്ലാം വന്നത്. പക്ഷെ വേറൊരാളൊരു സുപ്രഭാതത്തിൽ വരാൻ നേരത്ത് അവരത് അങ്ങ് അടിച്ചുകൊണ്ട് പോകും. നമ്മൾ ആമസോണിന് കംപ്ലൈൻറ്റ് കൊടുത്ത ആമസോൺ ആദ്യം ചോദിക്കുന്നത് രജിസ്ട്രേഡ് ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഈ ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ആയിരിക്കണം, വെറുതെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ഈ രജിസ്ട്രേഷൻ കിട്ടിയാൽ മാത്രമാണ്, അത് സാധാരണ ഒരു വർഷമൊക്കെ എടുക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒബ്ജെക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ പിന്നെയും ചിലപ്പോൾ നീണ്ടുപോയേക്കാം. അപ്പോൾ അത്രയും നാളൊരു റിസ്ക്കിലാണ് നിങ്ങളെപ്പോഴും. നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിംഗ് വേറൊരാൾ തട്ടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവ്യൂസിൻ്റെ കേസ്. നമ്മൾ ലിസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി റിവ്യൂസ് എല്ലാം നമ്മൾ നല്ല രീതിയിൽ സെല് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് വരും. പെട്ടെന്ന് വേറൊരാൾ വന്ന് വിൽക്കാൻ നേരത്ത്
അവരുടെ പ്രൊഡക്റ്റ് മോശമാണെങ്കിൽ അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ നേരെ ചൊവ്വന് പാക്കൊന്നും ചെയ്ത് അയച്ചില്ലെങ്കിൽ ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ സെയിം ലിസ്റ്റിങ്ങിൻ്റെ താഴെ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരും. അപ്പോൾ കസ്റ്റമർ വന്ന് നോക്കാൻ നേരത്തെ ആ ലിസ്റ്റിങ്ങിനാണ് ശരിക്കും നെഗറ്റീവ് കമൻറ്റുകൾ ധാരാളം വരും. അതുകൊണ്ട് അതിൻ്റെ ഓർഡറുകൾ പിന്നെ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളല്ല ശരിക്കും അവിടെ മിസ്റ്റേക്ക് വരുത്തിയേക്കണേ. നിങ്ങൾക്ക് ശേഷം വന്ന് ആ ഹൈജാക്ക് ചെയ്യാൻ വന്നിട്ടുള്ള ആ സെല്ലറാണ് മിസ്റ്റേക്ക് വരുത്തിയേക്കണേ. പക്ഷെ പുള്ളി ബാഡ് പ്രൊഡക്റ്റ് വിൽക്കണതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സെല്ലർ റേറ്റിങ്ങിനെ അത് ബാധിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താഴെ വന്ന് ഇവർ കമൻറ്റ് ഇടാൻ നേരത്ത് ഇത്തരത്തിലുള്ള റിവ്യൂസ് കൊടുക്കാൻ നേരത്ത് അത് നിങ്ങളുടെ ആണെന്ന് കരുതി പിന്നീട് നിങ്ങൾക്ക് ബൈ ബട്ടണൊക്കെ കിട്ടിയാലും ഈ ബാഡ് റിവ്യൂസ് അവിടെ തന്നെ കിടക്കും. അത് മറ്റൊരാളുടെ പ്രശ്നം കൊണ്ടായിരിക്കും അത് സംഭവിച്ചെങ്കിലും പിന്നെ ആമസോൺ അതൊക്കെ റിമൂവ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് മെയിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് നടക്കുമെന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഇവർ ആമസോൺ ഫ്ലിപ്കാർട്ട് എല്ലാം ഡാറ്റകൾ ഓൾറെഡി അവർ തന്നെ കൊടുക്കുന്നുണ്ട്. ഇന്ന കാറ്റഗറിയിൽ ഇന്ന പ്രൊഡക്റ്റിന് നല്ല സെയിലുണ്ട്, അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ സെയിൽ ചെയ്താൽ നന്നായിരിക്കുന്നു. എക്സിസ്റ്റിംഗ് സെല്ലേഴ്സിന് ഡാറ്റ കൊടുക്കുന്നുണ്ട്. ഈ സെല്ലർ സെൻ്ററിലെ അക്കൗണ്ടിലെല്ലാം എക്സിസ്റ്റിംഗ് സെല്ലേഴ്സിന് ഡാറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഏത് നിമിഷവും ആ ഒരു കാറ്റഗറിയിലേക്കോ ആ പ്രൊഡക്റ്റിനോ സംഭവിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യരുത്. സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക സെക്ഷൻ നിങ്ങൾ മാറ്റി വെക്കുക തന്നെ വേണം. സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡേഴ്സ് കിട്ടും. പ്രത്യേക കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രീ ആയിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ പ്രൊഡക്റ്റ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടന്റുകളും കാര്യങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഭാഗത്തുനിന്ന് ഒരു പുഷ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു ഏരിയ നിങ്ങൾ ഒരിക്കലും മറന്നിട്ട് ഓൺലൈനിൽ ബിസിനസ് ചെയ്യരുത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ചെയ്യണോണ്ട് വലിയ തെറ്റില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ യൂണിക് പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ലാഭം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ചെയ്യാം. പക്ഷേ എപ്പോഴും നിങ്ങളൊരു എന്താ പറയുക ഒരു സേഫ്റ്റി നെറ്റ് നിങ്ങളുടെ അടുത്ത് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.